പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ കെം ടോക്കിലെ +1 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സിൻ്റെ 10ാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുൾപ്പെടെയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജുകൾ അയക്കുകയാണ്. അതായത് വളരെ സന്തോഷമായിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും അതോടൊപ്പം ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട മറ്റു പോയിൻ്റുകളും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഈ ക്ലാസ് അവർക്കേറെ ഉപകാരപ്പെടുന്നു എന്നറിഞ്ഞതിൽ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇനിയും ഇത് തുടർന്നു പോകണം. പരീക്ഷയ്ക്ക് ഇനി 15 ദിവസങ്ങൾ മാത്രമാണുള്ളത്. അതിനു മുന്നേ നമുക്ക് ഫസ്റ്റ് ഇയറിൻ്റെ എല്ലാ ടോപ്പിക്കുകളും ഡിസ്കസ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എലക്ഷൻ ഡ്യൂട്ടിയുണ്ട്, മറ്റുമൊക്കെ ആയി ബന്ധപ്പെട്ട ചില തിരക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ക്ലാസ് 100% പെർഫെക്ഷനോട് കൂടെ അവതരിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെപ്പോലത്തെ മറ്റ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അവർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം, സപ്പോർട്ട് ചെയ്യാൻ പറയണം. ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ലഭിക്കുന്നത് ഏറെ സന്തോഷകരമായ അനുഭവം തന്നെയാണ്. ഏതായാലും നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. 9ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് തെർമോഡൈനാമിക്സിലെ ആദ്യ പാർട്ടാണ്. അതിൽ നമ്മൾ 18 ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്തു. തുടർന്നുള്ള ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത്. പ്രീവിയസ് എക്സാമിനേഷൻ്റെ 12 ക്വസ്റ്റ്യൻ നേരത്തെയുള്ള ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി 13 മുതൽ നമുക്ക് തുടങ്ങാം. എല്ലാവരും സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഹെക്സസ് ലോ. കണ്ടോ? 9ാം എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ 2 ക്വസ്റ്റ്യൻ ഹെക്സസ് ലോയുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് ഇനി ഇത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഒന്നും കൂടെ പറയാം, വളരെ ഷോർട്ടായിട്ട് പറയാം. ഒരു രാസപ്രവർത്തനം നടക്കുന്നത് ഒരു സ്റ്റെപ്പിലാണെങ്കിലും ഒരുപാട് സ്റ്റെപ്പിലൂടെയാണെങ്കിലും അതിൻ്റെ എൻതാൽപ്പി ചേഞ്ച് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതാണ് ഹെക്സസ് ലോ. ദാറ്റ് ഈസ് ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് for a chemical or physical process is the same whether the reaction taking place in a single step or in several steps. ഇതാണ് ഹെക്സസ് ലോ. ഓക്കെ, ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കാൽക്കുലേറ്റ് ഡെൽറ്റ FH0, that is standard enthalpy formation, when diamond is formed from graphite. ഗ്രാഫൈറ്റിൽ നിന്ന് ഡയമണ്ട് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ഫോമേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ്. അതിന് 2 ഡാറ്റ അവിടെ തന്നാണ് ഇക്വേഷൻസ് ആയിട്ട്. സി ഡയമണ്ട് പ്ലസ് O2 ഗീവ്സ് CO2. കണ്ടോ? ഡയമണ്ടിൻ്റെ കാർബണിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുമ്പോഴുള്ള എനർജിയും സി ഗ്രാഫൈറ്റിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുമ്പോഴുള്ള എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് എന്ത് കാണണം? കാൽക്കുലേറ്റ് എൻതാൽപ്പി ഫോമേഷൻ ഓഫ് ഡയമണ്ട് ഫ്രം ഗ്രാഫൈറ്റ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആൻസറിലേക്ക് നോക്കുക. ആ ക്വസ്റ്റ്യനെ ഗ്രാഫൈറ്റിൽ നിന്ന് ഡയമണ്ട് വരുന്ന രൂപത്തിൽ ആ ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി എന്നറിയാം നിങ്ങൾക്ക്? ആ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് 1ാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്താൽ മതി. ഇതവിടെ ചെയ്തിട്ടുണ്ട്, 2 - 1. അപ്പോൾ ആ ഇക്വേഷൻ കിട്ടി. നിങ്ങൾ പേപ്പറിലൊന്ന് ചെയ്തു നോക്കുക, അങ്ങനെ തന്നെ കിട്ടുന്നുണ്ടോ നോക്കുക. ഓക്സിജനും വെട്ടിപ്പോവും മൈനസ് ചെയ്യുമ്പോൾ. കാർബൺ ഡൈ ഓക്സൈഡും വെട്ടിപ്പോവും മൈനസ് ചെയ്യുമ്പോൾ. ക്ലിയർ? അപ്പോൾ ആൻസർ കിട്ടി +1.5 കിലോ ജൂൾ. പേപ്പർ എടുത്ത് നിങ്ങളുടെ പേന കൊണ്ട് എഴുതി 1-2 പ്രാവശ്യം ഇത് ആവർത്തിച്ച് ഇത് ചെയ്തു നോക്കണം. അങ്ങനെ റെഡിയാക്കണം. ഓക്കെ, അടുത്ത അതിലെ ബി ക്വസ്റ്റ്യൻ, ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഈസ് ഡാഷ്. വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്, റിപ്പീറ്റ് ചെയ്ത് വരുന്നൊരു ക്വസ്റ്റ്യനാണിത്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയും. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് എ പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. പദാർത്ഥത്തിൻ്റെ അളവിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിക്കാണ്, സ്വഭാവത്തിനാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. എന്നാൽ വേറെ പ്രോപ്പർട്ടി ഉണ്ട്, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ പദാർത്ഥത്തിൻ്റെ അളവിനെ ഡിപ്പെൻഡ് ചെയ്യൂല. പദാർത്ഥത്തിൻ്റെ അളവ്
കൂടുന്നതിനനുസരിച്ച് ഈ സ്വഭാവം കൂടില്ല, പദാർത്ഥത്തിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് ഈ സ്വഭാവം കുറയുകയുമില്ല. അതായത് ഇൻഡിപെൻഡൻ്റ് ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. പ്രത്യേകം ഓർത്തിരിക്കുക, ഇൻറ്റൻസീവ് ഐ എൻ കൊണ്ടാണ് തുടങ്ങുന്നത്. ഓക്കെ, ഇൻഡിപെൻഡൻറ്റും ഐ എൻ കൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ഓർക്കുക, ഇൻറ്റൻസീവ് ഓർക്കുക. അപ്പോൾ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ഓഫ് ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, ഏതായാലും ഇവിടുത്തെ ചോദ്യം എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഇതിൽ പദാർത്ഥത്തിൻ്റെ അളവിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി മാത്രമാണുള്ളത്, ദാറ്റ് ഈസ് മാസ്. മാസ് എന്ന് പറയുന്നത് എമൗണ്ട് കൂടുമ്പോൾ മാസ് കൂടും, എമൗണ്ട് കുറയുമ്പോൾ മാസ് കുറയും. ക്ലിയർ? എന്നാൽ ടെമ്പറേച്ചർ എമൗണ്ട് കൂടുമ്പോൾ മാറില്ല, പ്രഷർ എമൗണ്ട് കൂടുമ്പോൾ മാറില്ല, ഡെൻസിറ്റി എമൗണ്ട് കൂടുമ്പോൾ മാറില്ല. ദെയർഫോർ 1, 2, 3 അതായത് ഡെൻസിറ്റി, പ്രഷർ, ടെമ്പറേച്ചർ തുടങ്ങിയവ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 2017 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ്. നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്, ചെറിയൊരു മാറ്റം. സം മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ആർ ഗിവൺ ബിലോ. മാക്രോസ്കോപ്പിക്കായ ചില പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട്. ഹെൽപ്പ് റീനയെ സഹായിക്കുക ടു ക്ലാസിഫൈ ദം ഇൻ ടു 2 ഗ്രൂപ്പ് അണ്ടർ സ്യൂട്ടബിൾ ടൈറ്റിൽ. യോജിച്ച ടൈറ്റിൽ കൊടുത്തുകൊണ്ട് 2 ഗ്രൂപ്പുകളായി ആ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന ആളെ മാറ്റുക. ഹീറ്റ് കപ്പാസിറ്റി, എൻട്രോപ്പി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സർഫസ് ടെൻഷൻ. അത് 2 ഗ്രൂപ്പാക്കി തിരിക്കുമ്പോൾ ഒന്നിനെ നമുക്ക് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാക്കി മാറ്റാം, വേറെ ടീമിനെ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാക്കി മാറ്റാം. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസിന് എക്സാമ്പിളാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സർഫസ് ടെൻഷൻ. എന്നാൽ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിളാണ് ഹീറ്റ് കപ്പാസിറ്റി, എൻട്രോപ്പി. ഇതൊക്കെ എമൗണ്ട് മാറുമ്പോൾ മാറുന്ന പ്രോപ്പർട്ടിയാണ്. എമൗണ്ട് മാറുമ്പോൾ പ്രോപ്പർട്ടി മാറും. ദാറ്റ് ഈസ് ഹീറ്റ് കപ്പാസിറ്റിയും എൻട്രോപ്പിയും. ക്ലിയർ? ഓർത്തിരിക്കണം, എക്സാമ്പിൾ പഠിച്ചു വെക്കുക. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്താണെന്ന് പറഞ്ഞല്ലോ, എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയോ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത്, ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, ക്ലിയർ? അതിൽ ബി, ഫോർ ദ റിയാക്ഷൻ 2A + B gives 2D. ഇൻറ്റേർണൽ എനർജി ചേഞ്ച് അവിടെ തന്നിട്ടുണ്ട്, എൻട്രോപ്പി ചേഞ്ച് തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ΔG0. ΔG0 എന്ന് പറഞ്ഞാൽ ഗിബ്സ് എനർജി, സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി. സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി കാണാനുള്ള ഇക്വേഷനാണ് ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ. ഇതാ ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ അവിടെ തന്നിട്ടുണ്ട്. ആൻസറിലേക്ക് നോക്കുക. ΔG0 = ΔH0 - T∆S. ക്ലിയർ? അപ്പോൾ അത് കാണണമെങ്കിൽ എന്തൊക്കെ വേണം നമുക്ക്? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ΔU ആണ് തന്നത്, പിന്നെ ΔS ആണ്. അപ്പോൾ ഗിബ്സ് ഹെൽമോൾട്ട്സ്ക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാനുള്ള ΔH തന്നിട്ടില്ല. അപ്പോൾ ΔH കാണാൻ വേറൊരു ഇക്വേഷൻ ഉപയോഗിക്കണം. ആ ഇക്വേഷൻ നേരത്തെ ഇതേപോലത്തെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്. ബാക്കിലേക്ക് പോവുക, അതായത് 9ാമത്തെ എപ്പിസോഡൊന്ന് കാണുക, അതിലുണ്ട്. അപ്പോൾ ΔH0 കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് ΔU0 + ΔnRT. ക്ലിയർ? അതിൽ കൊടുക്കുക. അതിൽ കൊടുക്കുമ്പോൾ ΔU0 അവിടെ തന്നിട്ടുണ്ട് -10.5 കിലോ ജൂൾ എന്നാണ്. കിലോ ജൂൾ എന്നുള്ളത് ജൂളിലേക്ക് മാറ്റാൻ 10⁻³ കൊണ്ട് ഗുണിച്ചു, അതാണ് അവിടെ 10⁻³ വന്നത്. പ്ലസ് ΔN എന്താണ്? ΔN കാണാൻ നമുക്കറിയാം ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് റിയാക്റ്റൻ്റാണ്. ഗ്യാഷ്യസ് ആയ പദാർത്ഥത്തിൻ്റെ നമ്പർ ഓഫ് മോൾസിലുള്ള ചേഞ്ച്. അപ്പോൾ പ്രോഡക്റ്റിൽ എത്ര ഗ്യാസ് ഉണ്ട്? 2DG എന്നാണ്. അപ്പോൾ 2D ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള 2 എണ്ണം ഉണ്ട് പ്രോഡക്റ്റിൽ. അപ്പോൾ 2- റിയാക്റ്റൻ്റ് സൈഡിൽ എത്ര മോളിക്യൂൾ ഉണ്ട് നോക്കൂ. A 2 എണ്ണം, B 1, അപ്പോൾ ടോട്ടൽ 3. അപ്പോൾ 2 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. അപ്പോൾ ΔN കിട്ടി -1. അതവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആറിൻ്റെ വാല്യൂ നമുക്കറിയാം 8.314, ടെമ്പറേച്ചർ 298 Kelvin. ദാറ്റ് ഈസ് ഈക്വൽ ടു -12977.6 ജൂൾ/മോൾ. ഓക്കെ, ആ വാല്യൂ നമ്മുടെ ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ΔG0 = ΔH0 - T∆S അപ്ലൈ ചെയ്തു, ആൻസർ കിട്ടി. ക്ലിയർ? ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ പഠിച്ചു വെക്കുക, അത് വെച്ചിട്ടുള്ള പ്രോബ്ലം മനസ്സിലാക്കി വെക്കുക. ഓക്കെ.
15ാമത്തെ ക്വസ്റ്റ്യൻ സെപ്റ്റംബർ 2016, അതായത് ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ 2016 ചോദിച്ചതാണ്. ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ പ്രോസസ് ടേക്കിംഗ് പ്ലേസ് വിത്ത് ഇൻക്രീസ് ഇൻ എൻട്രോപ്പി? എൻട്രോപ്പി കൂടുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് താഴെ തന്നിരിക്കുന്ന 4 അതിലേതാണത്? ഫ്രീസിങ് ഓഫ് വാട്ടർ, ജലം ഫ്രീസ് ചെയ്യുന്നത്. എൻട്രോപ്പി കൂടുകയാണോ കുറയുകയാണോ? വാട്ട് ഈസ് എൻട്രോപ്പി? മെഷർ ഓഫ് ഡിസോർഡർ. വാട്ടർ ഫ്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഐസായിട്ട് മാറുക. അപ്പോൾ ഡിസോർഡർ കൂടുകയാണോ കുറയുകയാണോ? കുറയുകയാണ്. കണ്ടൻസേഷൻ ഓഫ് സ്റ്റീം, നീരാവി കണ്ടൻസ് ചെയ്ത് ലിക്വിഡായി മാറുക. കുറയുകയാണോ കൂടുകയാണോ? കുറയുകയാണ്, ഡിക്രീസ് ചെയ്യുകയാണ്. കൂളിംഗ് ഓഫ് എ ലിക്വിഡ്, ദ്രാവകം തണുക്കുമ്പോൾ എന്താ സംഭവിക്കുക? എൻട്രോപ്പി കുറയുകയാണ്. അടുത്തത് ഡിസൊല്യൂഷൻ ഓഫ് സൊല്യൂട്ട്, സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യുന്നു. ഒരു ലിക്വിഡിൽ സൊല്യൂട്ട് ചേർത്തിട്ട് വെള്ളത്തിൽ പഞ്ചസാര കലക്കുന്ന പോലെ, വെള്ളത്തിൽ ഉപ്പ് കലക്കുന്ന പോലെ, വാട്ട് ഹാപ്പൻഡ്? കലക്കുമ്പോൾ പാർട്ടിക്കിൾ ഇങ്ങനെ എന്ത് ചെയ്യും? സൊല്യൂട്ട് ലീനം വെള്ളത്തിൽ ചേരുമ്പോൾ അതിങ്ങനെ പരന്ന് കിടക്കും, ഡിസോർഡർ കൂടും. ദെയർഫോർ ആൻസർ എൻട്രോപ്പി വർദ്ധിക്കുന്ന ഇതിൽ 4ാമത്തേതാണ് ഡിസൊല്യൂഷൻ ഓഫ് സൊല്യൂട്ട്. ക്ലിയർ? 2ാമത്തെ അതിലെ ബി ക്വസ്റ്റ്യൻ: സ്റ്റേറ്റ് ആൻഡ് ഇല്ലുസ്ട്രേറ്റ് ഹെക്സസ് ലോ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളിത് പഠിക്കാതിരിക്കരുത്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഹെക്സസ് ലോ നോക്കൂ. ഹെക്സസ് ലോ ഒരു സ്റ്റെപ്പിൽ നടന്നാലും ഒരുപാട് സ്റ്റെപ്പിലൂടെ നടന്നാലും എൻതാൽപ്പി ചേഞ്ച് കോൺസ്റ്റൻ്റ് ആയിരിക്കും, സെയിം ആയിരിക്കും. അത് കാണിക്കുന്ന ഒരു ഡയഗ്രം കണ്ടോ നിങ്ങൾ? എ ബി ആയി മാറുന്നു, അതിൻ്റെ എനർജിയാണ് ഡെൽറ്റ എച്ച്. എ ബി ആയി മാറാൻ എടുക്കുന്ന എനർജിയാണ് ഡെൽറ്റ എച്ച്. ഓക്കെ. എന്നാൽ എ ബിയിലേക്ക് പോകാൻ വേണ്ടി 3 സ്റ്റെപ്പിലൂടെ ബിയിലേക്ക് എത്തി. വളഞ്ഞ് മൂക്കുടിക്കുക എന്ന് പറഞ്ഞ മാതിരി എ സിയിലേക്ക് പോയി, സി ഡിയിലേക്ക് പോയി, ഡിയിൽ നിന്ന് ബിയിലേക്ക് പോയി. 2 രൂപത്തിലായപ്പോൾ എത്തിയത് ഒരു സ്ഥലത്ത് തന്നെയാണ്, പ്രോഡക്റ്റ് ബി തന്നെയാണ്. പക്ഷേ എക്ക് നേരിട്ട് ബിയിലേക്ക് പോകാൻ കൊടുത്ത എനർജി ഡെൽറ്റ എച്ച് ആണ്. എന്നാൽ എ ഇങ്ങനെ വളഞ്ഞ് പോയി ബിയിലേക്ക് എത്താൻ എത്ര എനർജി കൊടുത്തതാണ്? ഡെൽറ്റ എച്ച് 1 കൊടുത്തതാണ്, ഡെൽറ്റ എച്ച് 2 വന്നതാണ്, ഡെൽറ്റ എച്ച് 3 വന്നതാണ്. ദെയർഫോർ ഹെക്സസ് ലോ പ്രകാരം ഒരു സ്റ്റെപ്പിൽ നടന്നാലും ഒരുപാട് സ്റ്റെപ്പിലൂടെ നടന്നാലും ഒരേ എനർജി ആയിരിക്കും. ദെയർഫോർ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ എച്ച് 1 പ്ലസ് ഡെൽറ്റ എച്ച് 2 പ്ലസ് ഡെൽറ്റ എച്ച് 3. അപ്പോൾ എക്സസ് ലോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഡയഗ്രാം വരച്ചിട്ട് ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ എച്ച് 1 പ്ലസ് ഡെൽറ്റ എച്ച് 2 പ്ലസ് ഡെൽറ്റ എച്ച് 3 എന്ന് എഴുതി വെച്ചാൽ തന്നെ മാർക്ക് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഹെക്സസ് ലോ ഇത്രയും പ്രാധാന്യമാണ്. നോക്കൂ, എൻതാൽപ്പി ചേഞ്ച് ഇൻ എ പ്രോസസ് ഈസ് സെയിം വെദർ ദി പ്രോസസ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് ഓർ ഇൻ സെവറൽ സ്റ്റെപ്പ്. ഐഡൻറ്റിഫൈ ദി ലോ സ്റ്റേറ്റഡ് ഹിയർ. ഏതാത് ലോ? ഹെക്സസ് ലോ ആണ്. അപ്പോൾ ചില ചോദ്യത്തിൽ എക്സസ് ലോ എന്താ നേരിട്ട് ഇങ്ങോട്ട് ചോദിക്കുക, അല്ലെങ്കിൽ എക്സസ് ലോ തന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇത് ഏത് ലോ ആണെന്ന് ചോദിക്കുക. വാട്ട് എ വണ്ടർഫുൾ. അപ്പോൾ വളരെ സിമ്പിൾ. ഇത് പഠിച്ചു വെച്ചാൽ മാർക്ക് 2 ഉറപ്പായി. അടുത്ത് ബി, കാൽക്കുലേറ്റ് എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് CH4 ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. CH4ൻ്റെ ഫോർമേഷൻ്റെ എൻതാൽപ്പി കാണണം. CH4 ഫോർമേഷൻ്റെ എൻതാൽപ്പി കാണാമെന്ന് പറഞ്ഞാൽ CH4ൻ്റെ ഫോർമേഷൻ ഇക്വേഷൻ എഴുതി വെക്കണം ആദ്യം. CH4 എഴുതുന്നുണ്ടാവുക കാർബണൊന്നും ഹൈഡ്രജനൊന്നും. അപ്പോൾ ആ ഇക്വേഷൻ എഴുതി നോക്കൂ. ദി റിക്വയർഡ് ഇക്വേഷൻ ഈസ് C+2H2 gives CH4. കാർബൺ സോളിഡാണ്, ഹൈഡ്രജൻ ഗ്യാസാണ്, CH4 അതായത് മീഥെയിൻ ഗ്യാസാണ്. ഒക്കെ അങ്ങനെ ജി എന്ന് എഴുതി. ഓക്കെ അല്ലേ? അത് കിട്ടാൻ വേണ്ടി മുകളിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 3 ഇക്വേഷനെ എന്തൊക്കെ ചെയ്യണം നോക്ക്. ആ റിക്വയർഡ് ഇക്വേഷൻ കിട്ടാൻ വേണ്ടി മുകളിൽ തന്നിരിക്കുന്ന 3 ഇക്വേഷൻ എന്തൊക്കെ ചെയ്യണം? ആദ്യം എന്ത് ചെയ്യാന്ന് പറയുക? നമുക്ക് 2ാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് ഗുണിക്കുക. എന്തിനാണ് 2ാമത്തെ ഇക്വേഷൻ 2 കൊണ്ട് ഗുണിച്ചത്? റിക്വയർഡ് ഇക്വേഷനിൽ 2H2 എന്നുണ്ട്. അപ്പോൾ 2ാമത്തെ ഇക്വേഷനിൽ H2 എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2H2 കിട്ടാൻ വേണ്ടി 2ാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് ഗുണിച്ചു. ക്ലിയർ? അപ്പോൾ ഗുണിച്ചപ്പോൾ 2H2 + O2 gives 2H2O. അപ്പോൾ ഡെൽറ്റ എച്ചും 2 കൊണ്ട് ഗുണിക്കണം. ഗുണിച്ചു, ഉത്തരം കിട്ടി. അടുത്തത് 3ാമത്തെ ഇക്വേഷനെ റിവേഴ്സ് ചെയ്യുക. 3ാമത്തെ ഇക്വേഷനെ റിവേഴ്സ് ചെയ്യണത് എന്തിനാ? നമുക്ക് കിട്ടേണ്ട ഇക്വേഷനിൽ CH4 ആരോ മാർക്കിന് ശേഷമാണ്. എന്നാൽ ഇതിലെ 3ാമത്തെ ഇക്വേഷനിൽ CH4 ആരോ മാർക്കിന് മുന്നേയാണ്.
അപ്പോൾ അത് ആരോ മാർക്കിന് ശേഷത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആ മൂന്നാമത്തെ ഇക്വേഷനെ റിവേഴ്സ് ചെയ്യണം. റിവേഴ്സ് ചെയ്തു. അപ്പോൾ എന്തായി? CO2-ഉം H2O-യും ആരോ മാർക്കിന് അപ്പുറമായിരുന്നു, അത് ഇപ്പുറത്തേക്ക് വന്നു. അപ്പോൾ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ -890.4 ഇക്വേഷൻ റിവേഴ്സ് ചെയ്തപ്പോൾ അത് പോസിറ്റീവ് സൈനായി, +890.4. എന്നിട്ട് എന്ത് ചെയ്യുക? മുകളിൽ തന്നിരിക്കുന്ന ഇപ്പോൾ കിട്ടിയ ഈ 3 ഇക്വേഷനും കൂടെ കൂട്ടുക. ഏതൊക്കെ ഇക്വേഷൻ? ഗിവൺ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ഇക്വേഷൻ C+O2 gives CO2, പിന്നെ 2 കൊണ്ട് ഗുണിച്ച് കിട്ടിയ ഇക്വേഷൻ, പിന്നെ റിവേഴ്സ് ചെയ്ത ഇക്വേഷൻ. ഇത് 3 കൂടിയാണ് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഇക്വേഷൻ കിട്ടി. C+2H2 gives CH4 കിട്ടി. ആൻസർ കിട്ടിയില്ലേ? ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ 9ാമത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നോക്കുക. 17ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസ് ഇൻ വാക്വം ഈസ് കാൾഡ് ഫ്രീ എക്സ്പാൻഷൻ. ശൂന്യതയിൽ വെച്ചുകൊണ്ട് വാതകം എക്സ്പാൻഡ് ചെയ്താൽ അതിനെ ഫ്രീ എക്സ്പാൻഷൻ എന്നാണ് പറയുക. ഉദാഹരണത്തിന് റൂമിൽ എയർ തീരെയില്ലാത്ത ഒരു റൂമിനകത്ത് വെച്ച് ബലൂണിനകത്തുള്ള ഗ്യാസ് എന്ത് ചെയ്തു? ഒരു ബലൂണിൽ എയർ നിറച്ചിട്ട് വാക്വം സ്റ്റേറ്റിലേക്ക് വന്നിട്ട് ആ ബലൂണാണ് പൊട്ടിച്ചപ്പോൾ ആ ബലൂണിനകത്തുള്ള ഗ്യാസ് പുറത്തേക്കൊണ്ട് എക്സ്പാൻഡ് ചെയ്യും. ആ എക്സ്പാൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയാം. ആവട്ടെ, എന്താണ് ചോദ്യം? വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് റെപ്രസെൻറ്റ് ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് അണ്ടർ അഡയബാറ്റിക് കണ്ടീഷൻ? അഡയബാറ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഹീറ്റിൽ നടക്കുന്ന പ്രോസസ്സിനാണ് അഡയബാറ്റിക് എന്ന് പറയുക. കോൺസ്റ്റൻറ്റ് ഹീറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഫ്രീ എക്സ്പാൻഷൻ, അഡയബാറ്റിക് കണ്ടീഷനിൽ ഐഡിയൽ ഗ്യാസിൻ്റെ ഫ്രീ എക്സ്പാൻഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? എൻ്റെ ഉത്തരം അതവിടെ കൊടുത്തിരിക്കുന്നു, എ ആണ്. എന്തുകൊണ്ട് എ? അവിടെ Q0 ആയിരിക്കും, കാരണം ഹീറ്റ് കോൺസ്റ്റൻ്റ് ആണ്. ഡെൽറ്റ T 0 ആയിരിക്കും, കാരണം ഹീറ്റിൽ ചേഞ്ച് ഉണ്ടാവില്ല, അപ്പോൾ ടെമ്പറേച്ചറിലും ചേഞ്ച് ഉണ്ടാവില്ല. വർക്ക് വാക്വം സ്റ്റേറ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്താൽ അങ്ങനെ ഒരു വർക്ക് നടക്കണില്ല എന്നാണ് പറയുക. അതുകൊണ്ട് വർക്കും 0 ആയിരിക്കും ഫോർ അഡയബാറ്റിക് പ്രോസസ്സ്. അതുകൊണ്ടാണ് Q0 ആയത്. ഫ്രീ എക്സ്പാൻഷൻ ആയതുകൊണ്ട് വർക്ക് നടക്കണില്ല എന്നാണ് പറയുക. അതുകൊണ്ട് W 0 ആയി. റെഡി? അങ്ങനെ ആകുമ്പോൾ ഈ വാല്യൂസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഇക്വേഷനായ ഡെൽറ്റ U ഈക്വൽ ടു Q + W എന്ന് പറഞ്ഞ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? ഡെൽറ്റ U ഈക്വൽ ടു Q എന്നാകും. അതിലെ ഡെൽറ്റ T 0 ആണ്. ഓക്കെ അല്ലേ? അതുകൊണ്ട് ആൻസർ ഏതാ? ഫസ്റ്റ് ഓപ്ഷനാണ്. അതിലെ ക്വസ്റ്റ്യൻ ബി, എൻതാൽപ്പി ചേഞ്ച് ഫോർ ദി റിയാക്ഷൻ N2 + 3H2 gives 2NH3. കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് ഇൻറ്റേർണൽ എനർജി ചേഞ്ച്. ഇൻറ്റേർണൽ എനർജിയും എൻതാൽപ്പിയും തമ്മിൽ ബന്ധപ്പെടുത്തിയ ഇക്വേഷൻ അറിയാലോ. എന്താ ഇക്വേഷൻ? ഡെൽറ്റ H ഈക്വൽ ടു ഡെൽറ്റ U + ഡെൽറ്റ nRT. നേരത്തെ ഇതേപോലത്തെ 2 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നോക്കുക. അപ്പോൾ ഡെൽറ്റ H ഈക്വൽ ടു ഡെൽറ്റ U + ഡെൽറ്റ nRT. നമുക്ക് കാണേണ്ടത് ഡെൽറ്റ U ആണ്. ദെയർഫോർ ഡെൽറ്റ U ഈക്വൽ ടു ഡെൽറ്റ H - ഡെൽറ്റ nRT. ഡെൽറ്റ H ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 91.8 കിലോ ജൂളാണ്. അത് ജൂളിലേക്ക് മാറ്റുമ്പോൾ 91,800 മൈനസ്, പിന്നെ ഡെൽറ്റ N എത്ര? ഇക്വേഷനിലേക്ക് നോക്കുക. പ്രോഡക്റ്റ് 2, റിയാക്റ്റൻ്റ് 4, 2 - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു -2. അപ്പോൾ ഡെൽറ്റ N കിട്ടി -2. ആറിൻ്റെ വാല്യൂ 8.314. ടെമ്പറേച്ചർ 298 കെൽവിൻ. അപ്ലൈ ചെയ്തു, ആൻസർ കിട്ടി 86,844.86 ജൂൾ. മൈനസ് സൈനാണ്, അതുകൊണ്ട് ഇത് എക്സോതെർമിക് അല്ലേ, ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷനാണ്. മാത്രമല്ല ഇത് എക്സോതെർമിക് ആണ്. ഡെൽറ്റ Hൻ്റെ സൈന് നെഗറ്റീവ് ആയതുകൊണ്ട് ഇത് എക്സോതെർമിക് റിയാക്ഷൻ.
അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദി ഫോളോയിങ് ഇൻടു ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. കണ്ടോ, ഇൻറ്റേർണൽ എനർജി, ഡെൻസിറ്റി, ഹീറ്റ് കപ്പാസിറ്റി, ടെമ്പറേച്ചർ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, നോക്കണം. എത്ര പ്രാവശ്യമായി ഈ ക്വസ്റ്റ്യൻ ആവർത്തിച്ചു വന്നത്? എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ക്ലിയർ അല്ലേ? അതവിടെ കൊടുത്തത്. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിളാണ് ടെമ്പറേച്ചറും ഡെൻസിറ്റിയും. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസിന് എക്സാമ്പിളാണ് ഇൻറ്റേർണൽ എനർജിയും ഹീറ്റ് കപ്പാസിറ്റിയും. അതിലെ ബി, കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ഫോർ ദി കൺവേർഷൻ ഓഫ് ഓക്സിജൻ ടു ഓസോൺ. ഓക്സിജൻ ഓസോണായി മാറുന്ന റിയാക്ഷനിലെ ഡെൽറ്റ G0 കാണണം. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട് 2.47 × 10⁻⁻29. പ്രത്യേകം ശ്രദ്ധിക്കണം, മാർച്ച് 2015 ഇതെങ്ങനെ ചെയ്യുക. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും ഗിബ്സ് എനർജിയും തമ്മിൽ ബന്ധപ്പെടുത്തിയൊരു ഇക്വേഷൻ ഉണ്ട്, അവിടെ കാണാം. ഡെൽറ്റ G0 = -2.303 RT log K. വാല്യൂ കൊടുക്കുക. 2.303, 8.314, 298 log K. ലോഗ് എന്നിട്ട് ബ്രാക്കറ്റിൽ കെയുടെ വാല്യൂ കൊടുത്തു. കാൽക്കുലേറ്ററിൽ അടിച്ചാൽ ഡയറക്റ്റായിട്ട് ആൻസർ കിട്ടും. 1,63,000 ജൂൾ. അത് കിലോ ജൂളാക്കുകയാണെങ്കിൽ 1000 കൊണ്ട് ഹരിക്കണം, അപ്പം 163 കിലോ ജൂളിനായി. ഓക്കെ, അപ്പോൾ പുതിയൊരു ഇക്വേഷൻ ഇവിടെ ഉണ്ടായി. ഏതാണ് ഇക്വേഷൻ? ഗിബ്സ് എനർജിയും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും തമ്മിൽ ബന്ധപ്പെടുത്തിയ ഇക്വേഷൻ. ഒരു 4-5 പ്രാവശ്യം പറഞ്ഞ് അതിന് ശേഷം ഒന്ന് എഴുതി നോക്കുക. റിപ്പീറ്റായിട്ട് അങ്ങോട്ട് എഴുതി നോക്കുക, മനസ്സിലവിടെ നിൽക്കും. പറയുകയും എഴുതുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ 3 രൂപത്തിലുള്ള ഈ വിവരം ഇങ്ങോട്ട് കിട്ടും. അത് നമ്മളെ ഇൻഫർമേഷനെ, മെമ്മറിയിൽ സൂക്ഷിച്ച ഇൻഫർമേഷനെ സ്ട്രെങ്തൻ ചെയ്യും. കേൾക്കുക, ഈ വീഡിയോ കേൾക്കുന്നു, അതോടൊപ്പം തന്നെ എഴുതുക, അതോടൊപ്പം തന്നെ കാണുക, അതോടൊപ്പം സ്വയം പറയുക. 4 പോയിൻ്റായി. ഈ 4 പോയിൻ്റ് മിക്സ് ചെയ്ത് വന്നാൽ അത് പിന്നെ ഓർമ്മയിൽ നിന്ന് പോകില്ല. ആ പണി നിങ്ങൾ ചെയ്യണം. ഒരു 5 മിനിറ്റ് ടൈം കൂടിയിട്ട് ആ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. ക്വസ്റ്റ്യനിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്നും ഗിബ്സ് എനർജി എന്നും വന്നിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷനാണ് എഴുതേണ്ടത് എന്ന് ഉറപ്പുവരുത്തി ആ ഇക്വേഷൻ എഴുതി അത് വെച്ച് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നേരത്തെ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരിക. ആ ക്വസ്റ്റ്യൻ പോലും മാറുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ, ഒരു ഓക്സിഡേഷൻ ഓഫ് അയണിന് ഓക്സിഡേഷൻ നടക്കുന്നു. അയണും ഓക്സിജനും പ്രവർത്തിച്ച് അയണിൻ്റെ ഓക്സൈഡ് ഉണ്ടാകുന്നു. അതിൻ്റെ എൻട്രോപ്പി ചേഞ്ച് തന്നിട്ടുണ്ട്. 298 കെൽവിന് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ഇത് നെഗറ്റീവ് എൻട്രോപ്പി ചേഞ്ച് ആയിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയത്? റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഡെൽറ്റ G കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഡെൽറ്റ G കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഡെൽറ്റ G നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവും. അപ്പോൾ ഡെൽറ്റ G കാണാനുള്ള ഇക്വേഷൻ ഡെൽറ്റ H0 - T ഡെൽറ്റ S0. അതിൽ വാല്യൂ കൊടുക്കുക. ക്വസ്റ്റ്യനിൽ ഡെൽറ്റ H0 തന്നിട്ടുണ്ട്, അത് കിലോ ജൂളിലാണ് തന്നത്. അത് ജൂളിലേക്ക് മാറ്റാൻ വേണ്ടി 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ഡെൽറ്റ S0 തന്നിട്ടുണ്ട്, അതെല്ലാം കൊടുത്തു. ആൻസർ കിട്ടിയപ്പോൾ -1811.72 × 10⁻³ ജൂളായി. ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആയതുകൊണ്ട് ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. ഓക്കെ, അതിൽ ബി, റൈറ്റ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഗിവ് 1 എക്സാമ്പിൾ ഫോർ ഈച്ച്. 2 മാർക്കിന്. തെർമോഡൈനാമിക്സിൽ നിന്ന് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ചില വർഷം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഈ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കൂ, നമ്മൾ നേരത്തെ റിപ്പീറ്റ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ അല്ലേ. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചാൽ തന്നെ മാർക്ക് കിട്ടും എന്ന് ഉറപ്പിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ കണ്ടോ? ഇത്ര സിമ്പിളാണ്. എക്സ്റ്റെൻസീവും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ഒന്നും നിങ്ങളെന്ന് പറഞ്ഞേ. പറയൂ, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്താ? പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, പദാർത്ഥത്തിൻ്റെ അളവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയോ? പ്രോപ്പർട്ടീസ് വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, പദാർത്ഥത്തിൻ്റെ അളവിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത്. ഓക്കെ, അതിന് എക്സാമ്പിൾ അതവിടെ കൊടുത്തിട്ടുണ്ട്, പഠിച്ചോളൂ. അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻ. എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് CH4, C ഗ്രാഫൈറ്റ് ആൻഡ് H2 ഗ്യാസ് അറ്റ് 298 കെൽവിൻ ആർ വാല്യൂസ് തന്നിട്ടുണ്ട്.
കാൽക്കുലേറ്റ് എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് CH4. ഇത്ര സിമ്പിൾ നോക്കി ആലോചിച്ച് നോക്കി. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തു. അതാണ് കൊടുത്തത്. റെഫർ ദി ആൻസർ ഓഫ് ദി ക്വസ്റ്റ്യൻ നമ്പർ 16. നേരത്തെ 16ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞെടുത്ത് നോക്കുകയെന്ന്. വളരെ പ്രധാനപ്പെട്ട ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഇപ്പം നമ്മൾ ചെയ്തില്ലേ. അപ്പോൾ നോക്കൂ, റിപ്പീറ്റ് ചെയ്ത് വന്നു വീണ്ടും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അടുത്തതിൽ ബി നോക്കുക. മാച്ച് ദി ഫോളോയിങ്. എ കോളും ബി കോളും കൊടുത്തിട്ടുണ്ട്. ആ എ കോളത്തിന് പറ്റിയ 4 ഐറ്റത്തിന് ആൻസർ ഇപ്പുറത്തുണ്ട്. W = -ΔU വരുന്നത് അഡയബാറ്റിക് പ്രോസസ്സിനായിരിക്കും. കാരണം എന്താണെന്നറിയോ? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഇക്വേഷൻ എഴുതിയേ, നിങ്ങൾ പേപ്പറിൽ എഴുതിയേ. ΔU = Q + W. റെഡി അല്ലേ? ΔU = Q + W. Q എന്തായിരിക്കും അഡയബാറ്റിക് പ്രോസസ്സിൽ? 0. Therefore W = -ΔU. അപ്പോൾ ഇത് അഡയബാറ്റിക് പ്രോസസ്സാണ്. Q0 ആയതുകൊണ്ട്. അടുത്ത നമ്പർ 2, ΔU = 0 ആവൽ എപ്പോഴാണ്? ΔU = 0 ആവുക പറഞ്ഞാൽ ഇൻറ്റേർണൽ എനർജിക്ക് ചേഞ്ചില്ല. ഇൻറ്റേർണൽ എനർജിക്ക് ചേഞ്ചില്ലെങ്കിൽ അതിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇൻറ്റേർണൽ എനർജിക്ക് ചേഞ്ചില്ലെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇതൊരു ഐസോതെർമൽ പ്രോസസ്സായിരിക്കും. അപ്പോൾ ΔU = 0 ആവുന്നത് ഐസോതെർമൽ പ്രോസസ്സാണ്. അടുത്ത CP - CV. എന്താ CP? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. വാട്ട് ഈസ് CV? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യം. ഇത് തമ്മിൽ മൈനസ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, R. CP - CV = R എന്ന് പഠിച്ച് ഡെറിവേഷൻ നടത്തി ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചോദ്യം വരുമ്പോൾ ചിലപ്പോൾ ഉത്തരം ഇതിൽ നിന്ന് തിരഞ്ഞെടുത്താൽ കിട്ടില്ല. ഉത്തരമുണ്ട്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന R. ഓക്കെ. 4ാമത്തത് QP. Q എന്ന് പറഞ്ഞാൽ ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. കോൺസ്റ്റൻറ്റ് പ്രഷറിലുള്ള ഹീറ്റിനെ നമ്മൾ പറയുക എൻതാൽപ്പി ചേഞ്ച് എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വേറെ സംശയം ഉണ്ടാവും. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാം. അടുത്ത വർഷം ഇപ്പോൾ പരീക്ഷയ്ക്ക് വരിക QV എന്നാണെങ്കിലോ? QV എന്നാണെങ്കിൽ ഇൻറ്റേർണൽ എനർജി എന്നാണ്. ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്നാണ് QV. വാട്ട് ഈസ് QP? എൻതാൽപ്പി ചേഞ്ച്. വാട്ട് ഈസ് QV? ഇൻറ്റേർണൽ എനർജി ചേഞ്ച്. അപ്പോൾ ഒരു പുതിയ വിവരം കിട്ടി. ഓക്കെ. 22ാമത്തെ ക്വസ്റ്റ്യൻ. മോസ്റ്റ് ഓഫ് ദി നാച്ചുറലി ഒക്കറിങ് പ്രോസസ് ആർ സ്പോണ്ടേനിയസ്. പ്രകൃതിയിൽ നടക്കുന്ന പല പ്രതിഭാസങ്ങളിലും സ്പോണ്ടേനിയസ് ആണ്, സ്വന്തമായി നടക്കുന്നതാണ്. ഗിവ് ദി ക്രൈറ്റീരിയ ഓഫ് സ്പോണ്ടേനിറ്റി ഇൻ ടേംസ് ഓഫ് ഫ്രീ എനർജി ചേഞ്ച്. ഫ്രീ എനർജി ചേഞ്ചിൻ്റെ വേറെ പേരാണ് ഗിബ്സ് എനർജി. ഗിബ്സ് എനർജിയും സ്പോണ്ടേനിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്? എത്ര പ്രാവശ്യം ഈ ചോദ്യം വന്നുല്ലേ? ഗിബ്സ് എനർജി നെഗറ്റീവാണെങ്കിൽ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഫ്രീ എനർജി ചേഞ്ച് നെഗറ്റീവാണെങ്കിൽ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഫ്രീ എനർജി ചേഞ്ച് പോസിറ്റീവാണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഫ്രീ എനർജി ചേഞ്ച് 0 ആണെങ്കിൽ ഇക്വിലിബ്രിയം ആയിരിക്കും. പഠിച്ചു. അടുത്തത് എക്സോതെർമിക് റിയാക്ഷൻ അസോസിയേറ്റഡ് വിത്ത് എ ഡിക്രീസ് ഇൻ എൻട്രോപ്പി ആർ സ്പോണ്ടേനിയസ് അറ്റ് ലോ ടെമ്പറേച്ചർ. ജസ്റ്റിഫൈ ഓൺ ദി ബേസിസ് ഓഫ് ഗിബ്സ് ഇക്വേഷൻ. എന്താ ഗിബ്സ് ഇക്വേഷൻ? ΔG0 = ΔH0 - T ΔS0. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇക്വിലിബ്രിയമാകുമ്പോൾ അല്ലേ? ഈ ഗിബ്സ് ഇക്വേഷൻ വെച്ചുകൊണ്ട് എങ്ങനെ പറയാം? എക്സോതെർമിക് റിയാക്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതാണ് ഇക്വേഷൻ? ΔG = ΔH - T ΔS. അതിൽ ΔG ബിക്കം നെഗറ്റീവ്. എപ്പോഴാണ് ΔG നെഗറ്റീവ് ആവുക? നോക്കി. ΔG നെഗറ്റീവ് ആണെങ്കിൽ ΔHൻ്റെ വാല്യൂ T ΔSൻ്റെ വാല്യൂവിനേക്കാൾ കുറയണം. അപ്പം നെഗറ്റീവ് ടേം എന്ത് ചെയ്യണം? പറഞ്ഞോ. വലുതാകണം. നെഗറ്റീവ് ടേം വലുതായാൽ മാത്രമേ എന്താവുള്ളൂ?
നെഗറ്റീവ് ടേം വലുതായാൽ മാത്രമേ ഡെൽറ്റ ജി എന്താവുള്ളൂ, നെഗറ്റീവ് ആവുള്ളൂ. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ടേം എന്ന് പറഞ്ഞത് ഏതാ? എക്സോതെർമിക് റിയാക്ഷൻ എന്നാണ് പറഞ്ഞത്. എക്സോതെർമിക് റിയാക്ഷൻ്റെ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ വലുതാകണം. ആരേക്കാൾ? ടി ഡെൽറ്റ എസിനേക്കാൾ. എങ്ങനെ ടി ഡെൽറ്റ എസ് പോസിറ്റീവ് ആയത്? അതും വേണം പ്രത്യേകം ശ്രദ്ധിക്കുക. ഡെൽറ്റ എസിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഡിക്രീസ് ഇൻ എൻട്രോപ്പി, ഡെൽറ്റ എസ് എൻട്രോപ്പി കുറയാണ്. അപ്പോൾ ഡെൽറ്റ എസിൻ്റെ സൈന് മൈനസ് ആവും. അപ്പോൾ മൈനസ് ടി ഇൻറ്റു മൈനസ് ഡെൽറ്റ എസ് എന്നാവും. അപ്പോൾ മൈനസ് 2 മൈനസ് വരുമ്പോൾ അവിടെ പ്ലസ് ആവും. അപ്പോൾ ടി ഡെൽറ്റ എസിൻ്റെ ടേം പോസിറ്റീവ് ആവുകയും ഡെൽറ്റ എച്ച് ടേം നെഗറ്റീവ് ആവുകയും ചെയ്യും. ഓർക്കുന്നുണ്ടോ? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഇക്വേഷൻ എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്ന പ്രകാരം അതിന് സൈനൊന്ന് കൊടുത്തു നോക്കുക. സൈന് കൊടുത്തു നോക്കുമ്പോൾ ഡെൽറ്റ എച്ചിൻ്റെ സൈന് മൈനസ് ആവും, ടി ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ ആ ടേം പോസിറ്റീവ് ആകും. അങ്ങനെ പോസിറ്റീവ് ആകുമ്പോൾ ഇനി ഡെൽറ്റ ജി നെഗറ്റീവ് ആവണമെങ്കിൽ എന്ത് വേണം? ഡെൽറ്റ എച്ച് വലുതാകണം. അതാണ് സംഭവം. ഓക്കെ, അടുത്ത സി, ഫൈൻഡ് ദി ടെമ്പറേച്ചർ എബവ് വിച്ച് റിയാക്ഷൻ. അവിടെ റിയാക്ഷൻ കൊടുത്തണ അത് സ്പോണ്ടേനിയസ് ആവുന്ന ടെമ്പറേച്ചർ എന്ത്? ഇക്വേഷനിലേക്ക് പോവുക അല്ലേ? ഡെൽറ്റ ജി 0 ഈക്വൽ ടു ഡെൽറ്റ എച്ച് 0 മൈനസ് ടി ഡെൽറ്റ എച്ച് 0. ഇക്വിലിബ്രിയം ആകുമ്പോൾ ഡെൽറ്റ ജി 0 ആകും. അപ്പോൾ 0 ഈക്വൽ ടു ഡെൽറ്റ എച്ച് 0 മൈനസ് ടി ഡെൽറ്റ എസ്. അതിൽ നിന്ന് ടെമ്പറേച്ചർ കാണാനുള്ള ഇക്വേഷൻ കിട്ടി. ടെമ്പറേച്ചർ ഈക്വൽ ടു ഡെൽറ്റ എച്ച് 0 മൈനസ് ബൈ ഡെൽറ്റ എച്ച് 0 ബൈ ഡെൽറ്റ എസ് 0 കിട്ടിയില്ലേ? അതിൽ അത് ഹരിക്കുമ്പോൾ അതിനൊരു ഉത്തരം കിട്ടി 2474.74. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ടെമ്പറേച്ചറിൽ ഈ റിയാക്ഷൻ ഇക്വിലിബ്രിയം ആയിരിക്കും. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഈ ടെമ്പറേച്ചറിൻ്റെ മുകളിലേക്ക് പോയാൽ സ്പോണ്ടേനിയസ് ആവും. ഈ കിട്ടിയ വാല്യൂ ഗിബ്സ് എൽമോഡ്സ് ഇക്വേഷനിലാണ്ട് അപ്ലൈ ചെയ്ത് നോക്കി. അപ്ലൈ ചെയ്താൽ 0 ആണ് കിട്ടുക ഡെൽറ്റ ജി 0ക്ക്. ഇനി ഡെൽറ്റ ജി 0 നെഗറ്റീവ് ആകണമെങ്കിൽ എന്ത് വേണം? ടെമ്പറേച്ചർ ഇതിനേക്കാൾ കൂടിയാൽ മതി. ഒന്ന് ചെയ്ത് നോക്കൊണ്ടു. 2475 എന്ന് വെച്ചിട്ട് ആ പ്രോബ്ലം ആ ഇക്വേഷനിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി. അപ്പോൾ ഡെൽറ്റ ജിയുടെ സൈന് മൈനസ് ആയിട്ട് മാറും. ചെയ്തു നോക്കൂ, അപ്പോൾ മൈനസ് ആവുമെന്ന് ഉറപ്പായി. ഇനി ഈ ടെമ്പറേച്ചറിനേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചർ വെച്ചുകൊണ്ട് നിങ്ങൾ ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് നോക്കൂ. അപ്പോൾ പോസിറ്റീവാണ് കിട്ടുക, അപ്പോൾ നോൺ സ്പോണ്ടേനിയസ് ആവും. ഈ ടെമ്പറേച്ചർ വെച്ചുകൊണ്ട് ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് നോക്കൂ. അപ്പോൾ 0 കിട്ടും ഡെൽറ്റ ജിക്ക്. അപ്പോൾ ഇക്വിലിബ്രിയം ആവും. എന്തൊക്കെ ഏത് ഭാഗത്തേക്കും കൊണ്ടുപോകാം. ക്ലിയർ? 2012 സെപ്റ്റംബർ മാസം, അതായത് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യനാണ് വരുന്നത്. കൺസ്ട്രക്റ്റ് ആൻ എൻതാൽപ്പി ഡയഗ്രാം ഫോർ ദി ഡിറ്റർമിനേഷൻ ഓഫ് ലാറ്റീസ് എൻതാൽപ്പി ഓഫ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡിൻ്റെ ലാറ്റീസ് എൻതാൽപ്പി കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻതാൽപ്പി ഡയഗ്രാം കൺസ്ട്രക്റ്റ് ചെയ്യുക, നിർമ്മിക്കുക. ഇതൊരു വളരെ രസകരമായൊരു ക്വസ്റ്റ്യനാണ്. ബോൺ ഹേബർ സൈക്കിൾ എന്നതിനെ പറയാം. ബോൺ ഹേബർ സൈക്കിൾ ഓഫ് സോഡിയം ക്ലോറൈഡ് എന്ന് ചോദിച്ചാലും വരച്ചു വെക്കേണ്ടത് ഇതാണ്. നല്ല ഓർമ്മ വേണം. ബോൺ ഹേബർ സൈക്കിൾ ഓഫ് സോഡിയം ക്ലോറൈഡ് എഴുതിയാണ്ട് വരക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, നന്നായി ശ്രദ്ധിക്കുക. പ്രധാനമാണിത്. 3 രൂപത്തിൽ ഈ ചോദ്യം ചോദിക്കാറുണ്ട്. ഒന്ന്, എൻതാൽപ്പി ഡയഗ്രാം ഓഫ് ഫോർ ദി ഡിറ്റർമിനേഷൻ ഓഫ് ലാറ്റീസ് എൻതാൽപ്പി ഓഫ് സോഡിയം ക്ലോറൈഡ് ഒന്ന്, അല്ലെങ്കിൽ ബോൺ ഹേബർ സൈക്കിൾ ഓഫ് സോഡിയം ക്ലോറൈഡ്, അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡിൻ്റെ ലാറ്റീസ് എൻതാൽപ്പി കാണാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏത്? ബോൺ ഹേബർ സൈക്കിൾ. എന്തിനെ അപ്ലൈ ചെയ്തിട്ടാണ് ബോൺ ഹേബർ സൈക്കിൾ ഉള്ളത്? 4ാമത്തെ ക്വസ്റ്റ്യൻ. ഹെക്സസ് ലോയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ബോൺ ഹേബർ സൈക്കിൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബോൺ ഹേബർ സൈക്കിൾ നമുക്ക് നോക്കാം അല്ലേ? ഇതിലെ 23-ലെ എയുടെ ഉത്തരമാണ് പറയാൻ പോണത്. സോഡിയം എന്ന് പറയുന്ന ആളെ സോഡിയം ഗ്യാസാക്കി മാറ്റുന്ന ഒരു സ്റ്റെപ്പ്. ആരോ മാർക്കിട്ട് കണ്ടോ? സോഡിയം സോളിഡ് ഗിവ്സ് സോഡിയം ഗ്യാസ്. സോളിഡായൊരു വസ്തുവിനെ ഗ്യാസ് ആക്കാൻ കൊടുക്കുന്ന എനർജിക്ക് പറയുന്ന പേരാണ് സബ്ലിമേഷൻ എൻതാൽപ്പി. അതിൻ്റെ സിമ്പലാണ് കൊടുത്തത് ഡെൽറ്റ SUBH. സബ്ലിമേഷൻ എന്നുള്ള ചുരുക്കമാണ് SUB. ഓർത്തിരിക്കുക. അടുത്ത സോഡിയം ഗ്യാസിനെ സോഡിയം പ്ലസ് ആക്കി മാറ്റി.
അങ്ങനെ കൊടുക്കുമ്പോൾ അതിലൊരു ഇലക്ട്രോണിനെ കളയണം. അതാണ് ആരോ മാർക്കിൻ്റെ അവിടെ കൊടുത്തത് മൈനസ് ഇലക്ട്രോൺ എന്ന് കൊടുത്ത്. ഇലക്ട്രോണിനെ കളയണം. ഇലക്ട്രോണിനെ കളയാൻ കൊടുക്കുന്ന എനർജിയുടെ പേര് അയോണൈസേഷൻ എൻതാൽപ്പി എന്നാണ്. അതാണ് അവിടെ കൊടുത്തത് ഡെൽറ്റ IH. എന്ത് സുഖം ഓർക്കാൻ. അയോണൈസേഷൻ എൻതാൽപ്പി, അയോണാക്കാൻ കൊടുക്കുന്ന എനർജി. റെഡി. ഇനി അപ്പുറത്തെ അങ്ങനത്തെ സൈഡിൽ ഹാഫ് ക്ലോറിൻ. ക്ലോറിൻ എന്ന് പറയുന്ന മോളിക്യൂളുകൾക്കിടയിൽ ഒരു ബോണ്ടുണ്ട്. Cl ബോണ്ട് Cl എന്നാണ്. ആ ബോണ്ടിനെ മുറിക്കണം. ബോണ്ട് മുറിക്കാൻ കൊടുക്കുന്ന എനർജിക്കാണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. അപ്പോൾ ഡെൽറ്റ ബോണ്ട് H, ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. പക്ഷേ ഒരു ഫുൾ എനർജി കൊടുക്കണ്ട, കാരണം അര Cl2 ഉള്ളൂ. അതാണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിക്ക് ഹാഫ് എന്ന് കൊടുത്തത്. ക്ലിയർ? അങ്ങനെ ക്ലോറിൻ കിട്ടി. ക്ലോറിൻ വാതകമാണല്ലോ. ആ വാതകത്തിലുള്ള ഒരാൾക്ക് ഒരു ഇലക്ട്രോണിനെ കിട്ടുക, നേരത്തെ നഷ്ടപ്പെടുത്തുകയാണ്. ഇവിടെ ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോൾ പുറത്തുവിടുന്ന എനർജിക്ക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഒരു എനർജിയുടെ പേര് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. EG എന്ന് കൊടുത്തുകൊണ്ട് അവിടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അപ്പോൾ Cl മൈനസ് കിട്ടി. Na+ എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജുള്ള ആളും Cl മൈനസ് എന്ന് പറയുന്ന നെഗറ്റീവ് ചാർജുള്ള ആളും അടുത്തടുത്ത് നിൽക്കുമ്പോൾ ഓല് തമ്മിൽ ആകർഷിക്കുന്നു. ആർക്കാ അറിയാത്തത്? അത് അവർ തമ്മിൽ ആകർഷിച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടുക? NaCl കിട്ടും. NaCl എന്താണ്? ഗ്യാസാണോ സോളിഡാണോ? സോളിഡാണ്. അപ്പോൾ ഉണ്ടോ NaCl ബ്രാക്കറ്റിൽ സോളിഡ് എന്ന് എഴുതിന്. അങ്ങനെ സോളിഡായി മാറുമ്പോൾ പുറത്തു വിടുന്ന എനർജിയുടെ പേരാണ് ലാറ്റീസ് എൻതാൽപ്പി. അപ്പോൾ ലാറ്റീസ് എൻതാൽപ്പി എന്താണെന്ന് കൂടി പഠിച്ചു. എന്താണ്? ഓപ്പോസിറ്റ് ചാർജുള്ള വാതകാവസ്ഥയിലുള്ള അയോണുകൾ കൂടിച്ചേർന്ന് ഒരു മോൾ സോളിഡായ അയോണിക് കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ പുറത്ത് വിടുന്ന എനർജിയാണ് ലാറ്റീസ് എൻതാൽപ്പി. ഈ ഡയഗ്രാം പഠിച്ചാൽ തന്നെ ഉത്തരമായി. വാട്ട് ഈസ് ലാറ്റീസ് എൻതാൽപ്പി? ഒരു മോൾ അയോണിക് കോമ്പൗണ്ട് ഉണ്ടാകുന്ന സമയത്ത് പുറത്ത് വിടുന്ന എനർജി എവിടെ നിന്നുണ്ടാകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജുള്ള വാതകാവസ്ഥയിലെ അയോണുകളിൽ നിന്ന്. മനസ്സിലാക്കാൻ സുഖമല്ലേ? ഡെഫിനിഷൻ നമ്മളിങ്ങനെ ബേജാറായിട്ട് നിൽക്കണ്ട, മനസ്സിലാക്കുക, കാര്യം മനസ്സിലാക്കുക. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു മോൾ സോളിഡ് സബ്സ്റ്റൻസ് അതിൻ്റെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള അയോണിൽ നിന്ന് ഉണ്ടാകുമ്പോൾ പുറത്തുവിടുന്ന എനർജിയാണ് ലാറ്റീസ് എൻതാൽപ്പി. ബുദ്ധിമുട്ടില്ലല്ലോ? ഈ ഡയഗ്രാം പഠിച്ചു വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഉത്തരമായി. ലാറ്റീസ് എൻതാൽപ്പി എന്താണ്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണ്? ബോണ്ട് എൻതാൽപ്പി എന്താണ്? സബ്ലിമേഷൻ എൻതാൽപ്പി എന്താണ്? അയോണൈസേഷൻ എൻതാൽപ്പി എന്താണ്? ഇതൊക്കെ നമുക്ക് വേറെ വേറെ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതൊക്കെ ഇവിടെ കിട്ടുകയാണ്. 2 മാർക്കും കിട്ടി. ബോൺ ഹേബർ സൈക്കിളും കിട്ടി. ലാറ്റീസ് എൻതാൽപ്പി കാണാനുള്ള സംവിധാനമായി. ഹെക്സസ് ലോ ആണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പഠിച്ചു. ചെറിയ കാര്യമാണോ? ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അതിൽ B, എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി ചേഞ്ചസ് ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ്റെ എൻതാൽപ്പിയും എൻട്രോപ്പി അടുത്ത് തന്നിട്ടുണ്ട്. പ്രഡിക്റ്റ് ദി ഫീസിബിലിറ്റി ഓഫ് ദി റിയാക്ഷൻ അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ്. ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ നടക്കുമോ നടക്കൂലേ എന്ന് പറയാം. റിയാക്ഷൻ നടക്കുമോ നടക്കൂലേ എന്ന് പറയാൻ നമ്മൾ ΔG കണ്ടുപിടിച്ചാൽ മതി. ΔG നെഗറ്റീവ് ആണെങ്കിൽ നടക്കും എന്നറിയും, ΔG പോസിറ്റീവ് ആണെങ്കിൽ നടക്കൂല അറിയും, നോൺ സ്പോണ്ടേനിയസ് ആണ് അറിയും. അപ്പോൾ ചെയ്തു നോക്കുക. ഈ ക്വസ്റ്റ്യൻ ഫീസിബിലിറ്റിയെ പ്രഡിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരുമ്പോൾ ΔG കാണുകയാണ്. ΔG കാണാനുള്ള ഇക്വേഷൻ ഗിബ്സ് ഇക്വേഷനാണ്. ΔG = ΔH - T∆S. ആ ഇക്വേഷനിൽ കൊടുത്തു. അപ്പോൾ ചിലർക്ക് 40.63 ഉള്ളതിനല്ല ഇവിടെ ഇതിപ്പോൾ 40,630 എഴുതിയണല്ലോ. മനസ്സിലായോ? മനസ്സിലായി. ഒരു പറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. 40.63 കിലോ ജൂൾ എന്ന് തന്നിട്ടുണ്ട്. 108.8 ജൂൾ എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടിനെയും ജൂൾക്കാക്കാൻ വേണ്ടി 40.63 1000 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 40,630 എന്നായി. ഓക്കെ, അത് വെച്ച് ചെയ്തു. ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് കെൽവിനിലേക്ക് മാറ്റി. അപ്പോൾ 300 കെൽവിനായി. ആ വാല്യൂ അപ്ലൈ ചെയ്തു. 7990 ജൂൾ എന്ന് കിട്ടി. ഈസ് ഇറ്റ് പോസിറ്റീവ്? പോസിറ്റീവാണ്. പോസിറ്റീവ് ആയതുകൊണ്ട് ഈ റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആണ്, നടക്കൂല, സ്വന്തമായി നടക്കൂല എന്ന് മനസ്സിലായി. അപ്പോൾ ഫീസിബിലിറ്റി മനസ്സിലായി.
പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ബോറടിച്ചോ? നല്ല ക്ഷീണമുണ്ടോ? ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് എന്ത് സുഖമാണ്. കിടന്നിട്ട് കേൾക്കുക, ഇരുന്നിട്ട് കേൾക്കുക, ഭക്ഷണം കഴിച്ചിട്ട് കേൾക്കുക, വേറെ വർത്തമാനം പറയുമ്പോൾ കേൾക്കുക. ഇതിൻ്റെയൊക്കെ ഇടയിൽ എനിക്കിത് പഠിക്കണം, നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്ന ഒരു ബോധവും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കേട്ടിരിക്കാൻ കഴിയുള്ളൂ. ഏതായാലും സമയം നഷ്ടപ്പെടുത്താതെ നമുക്ക് കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് പോകാം. ദൈവം നിങ്ങളെ തുണക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ലാറ്റീസ് എൻതാൽപ്പി ഓഫ് അയോണിക് സോൾട്ട് ഈസ് എ ഫാക്ടർ ദാറ്റ് ഡിറ്റർമിൻസ് ഇറ്റ്സ് സ്റ്റെബിലിറ്റി. ഒരു അയോണിക് സോൾട്ടിൻ്റെ ലാറ്റീസ് എൻതാൽപ്പിയാണ് അതിൻ്റെ സ്ഥിരതയെ നിർണ്ണയിക്കുന്നത്. അത് ശരിയാണ്. ചോദ്യം എന്താണ്? ഡിഫൈൻ ലാറ്റീസ് എൻതാൽപ്പി. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തു ലാറ്റീസ് എൻതാൽപ്പി എന്താണ്. ബോൺ ഹേബർ സൈക്കിൾ പറഞ്ഞപ്പോൾ ഇല്ലേ, എന്തായിരുന്നത്? പറയും. ഒരു അയോണിക് കോമ്പൗണ്ട് അതിൻ്റെ ഗ്യാഷ്യസ് അയോണിൽ നിന്ന് ഉണ്ടാകുമ്പോൾ പുറത്തുവിടുന്ന എനർജി, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാട്ടോ. എങ്ങനെ പറയാം? ഒരു മോൾ അയോണിക് കോമ്പൗണ്ട് ഡീകമ്പോസ് ചെയ്ത് അയോണാക്കി മാറ്റാൻ കൊടുക്കേണ്ട ഊർജം. ഏതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പഠിച്ചോളൂ. ഓക്കെ, അടുത്ത ബി. ഡ്രോ ബോൺ ഹേബർ സൈക്കിൾ ഫോർ ദി കാൽക്കുലേഷൻ ഓഫ് ലാറ്റിസ് എൻതാൽപ്പി ഓഫ് അയോണിക് ക്രിസ്റ്റൽസ് സോഡിയം ക്ലോറൈഡ്. 3 മാർക്കിനാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബോൺ ഹേബർ സൈക്കിളാണ്, ആവർത്തിക്കണ്ടല്ലോ. അടുത്ത 29. എ സിസ്റ്റം ഇൻ തെർമോഡൈനാമിക്സ് റെഫേഴ്സ് ടു ദ പാർട്ട് ഓഫ് യൂണിവേഴ്സ് ഇൻ വിച്ച് ഒബ്സർവേഷൻസ് ആർ മെയ്ഡ്. വാട്ട് ഡു യു മീൻ ബൈ ഐസൊലേറ്റഡ് സിസ്റ്റം? ഗിവ് എൻ എക്സാമ്പിൾ. അറിയോ? ഹീറ്റ് അല്ലേ, എനർജിയും പദാർത്ഥവും ചുറ്റുപാടുമായി കൈമാറ്റം ചെയ്യപ്പെടാത്ത വ്യൂഹത്തിനെയാണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയാം. എ സിസ്റ്റം വിച്ച് ഡസ് നോട്ട് എക്സ്ചേഞ്ച് മാറ്റർ ആൻഡ് എനർജി വിത്ത് സറൗണ്ടിങ്. എക്സാമ്പിളാണ് തെർമോ ഫ്ലാസ്ക്. നമ്മൾ വീട്ടിലൊക്കെ വെള്ളം ചൂടാറാതെ നിർത്തുന്ന തെർമോ ഫ്ലാസ്ക് ഇതിന് എക്സാമ്പിളാണ്. ഓക്കെ, അടുത്ത ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഗിവ് 2 എക്സാമ്പിൾ ഫോർ ഈച്ച്. 3 മാർക്കിനാണ് ക്വസ്റ്റ്യൻ. എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നു? 24. എക്സ്പ്ലെയിൻ ഹെക്സസ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് സമ്മേഷൻ. ഗിവ് വിത്ത് ആൻ എക്സാമ്പിൾ. ഹെക്സസ് ലോ ഇനി ആവർത്തിക്കണ്ട, 2 മാർക്ക്. ഡ്രോ ദി എൻതാൽപ്പി ഡയഗ്രാം ഫോർ എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻ. അത് നമ്മളിതുവരെ പറയാത്തൊരു ഐറ്റമാണ്, സെപ്റ്റംബർ 2012 വന്നതാണ്. ക്വസ്റ്റ്യൻ നോക്കുക. എക്സോതെർമിക്കും എൻഡോതെർമിക്കും റിയാക്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാനാണ്. ഇതാ ഗ്രാഫ് നോക്കൂ. ആദ്യത്തെ ഗ്രാഫ് എക്സോതെർമിക്കിൻ്റെ ഗ്രാഫാണ്. എക്സോതെർമിക്കിൽ പ്രത്യേകത എനർജി പുറത്തു വിടുകയാണ്. എനർജി പുറത്തു വിടുമ്പോൾ നോക്കൂ, റിയാക്റ്റൻറ്റിന് എനർജി കൂടുതൽ, പ്രോഡക്റ്റിന് എനർജി വളരെ കുറവ്. ഇങ്ങനെ താഴോട്ട് വരിക, ടാങ്കിൽ നിന്ന് വെള്ളം കൊണ്ട് താഴോട്ട് വീഴുന്ന മാതിരിയാണ്. എന്നാൽ എൻഡോതെർമിക്കാണ് ഊർജം സ്വീകരിക്കുന്ന റിയാക്ഷനാണ്. കിണറിൽ നിന്ന് വെള്ളം നമ്മൾ ടാങ്ക് കയറ്റി മാതിരി അതൊക്കെ അങ്ങനെ പൊങ്ങിയിട്ട് മുകളിലാണല്ലോ നിൽക്കുന്നത്. റിയാക്റ്റൻറ്റിൻ്റെ എനർജി കുറവ്, പ്രോഡക്റ്റിന് എനർജി കൂടുതൽ. ടാങ്കിൽ വെള്ളം കയറിക്കഴിഞ്ഞാൽ വെള്ളത്തിന് എനർജി കൂടുതലായിരിക്കും. അതാണ്ട് ഓർത്ത് വെക്കുക, അതങ്ങനെ പഠിച്ചു വെക്കുക. ഓക്കെ, എൻഡോതെർമിക് റിയാക്ഷൻ ആക്ടിവേഷൻ എനർജി ഹൈ ആയിരിക്കും, എക്സോതെർമിക് റിയാക്ഷൻ്റെ ആക്ടിവേഷൻ എനർജി ലോ ആയിരിക്കും. ക്ലിയർ? എക്സോതെർമിക് റിയാക്ഷൻ്റെ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയിരിക്കും, എൻഡോതെർമിക് റിയാക്ഷൻ്റെ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, 25ാമത്തെ ക്വസ്റ്റ്യൻ. തെർമോഡൈനാമിക്സ് ഡീൽ വിത്ത് എനർജി ചേഞ്ചസ് ഓഫ് മാക്രോസ്കോപ്പിക് സിസ്റ്റം. കൺസിഡർ എ കെമിക്കൽ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ എ ക്ലോസ്ഡ് ഇൻസുലേറ്റഡ് വെസൽ. ഇൻസുലേറ്റഡ് ആയൊരു വെസലിലാണ് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ സിസ്റ്റം ഏത് സിസ്റ്റത്തിലാണ് ഉൾപ്പെടുക? ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. ക്ലിയർ? ബി. സ്റ്റേറ്റ് ദി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എനർജി നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല. പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. അതിവിടെ ചോദിച്ചിട്ടില്ല, പക്ഷേ നേരത്തെ വേറെ പല ക്വസ്റ്റ്യനിലും വന്നിട്ടുണ്ട്. അതിൽ സി. 3 മോൾ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് അറ്റ് 1.5 3 mol of an ideal gas at 1.5 atm and 25 degrees Celsius expand isothermally in a reversible manner to twice its original volume. ആദ്യത്തെ വോള്യത്തിൻ്റെ ഇരട്ടിയാക്കി മാറുന്നു.
against an external pressure of 1 atm. Calculate work done. വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ പഠിച്ചു വെക്കണം. അതാണ് ഇക്വേഷൻ W ഈക്വൽ ടു -2.303 NRT ലോഗ് V2/V1. ലോഗ് V2/V1. V2 പറഞ്ഞാൽ ഫൈനൽ വോള്യം, V1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വോള്യം. ഫൈനൽ വോള്യം എത്ര? 2 ഇരട്ടി. V1 ഇനീഷ്യൽ വോള്യം. അപ്പോൾ എന്ത് ചെയ്യുക? ഇനീഷ്യൽ വോള്യം V1 ആണെങ്കിൽ V2 2V1 ആയിരിക്കും. V1ൻ്റെ ഇരട്ടി. അപ്പോൾ V2/V1ൻ്റെ ഉത്തരം എന്തായിരിക്കും? 2 ആയിരിക്കും. ഏതാൻ സുഖമല്ലേ? ഇനി അത് തന്നിരിക്കുന്ന ഡാറ്റയിൽ ചെയ്ത് -2.303 N എത്ര? 3 മോൾ ക്വസ്റ്റ്യനിലുണ്ട്. ആറിൻ്റെ വാല്യൂ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ് 8.314. റെഡി? ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 298 കെൽവിൻ. കൊടുത്തു, ആൻസർ കിട്ടി, W കിട്ടി. നമ്പർ 26, അതായത് എൻട്രോപ്പി കുറയുക എന്നത് സ്പോണ്ടേനിറ്റിയുടെ ക്രൈറ്റീരിയയാണോ എന്നാണ് ചോദ്യം. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇല്ല. എൻട്രോപ്പി കുറയുക എന്നുള്ളത് ഒരിക്കലും, എൻട്രോപ്പി കൂടുക എന്ന് പറയുന്നതും കുറയുക എന്ന് പറയുന്നതും സ്പോണ്ടേനിറ്റിയെ നേരിട്ട് ബാധിച്ചോളണമെന്നില്ല. മെയിൻ ക്രൈറ്റീരിയ ΔG ആണ്. ΔG നെഗറ്റീവ് ആകുമ്പോൾ സ്പോണ്ടേനിയസ് ആകും, ΔG പോസിറ്റീവ് ആകുമ്പോൾ നോൺ സ്പോണ്ടേനിയസ് ആകും. ക്ലിയർ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് വർക്ക് ഡൺ ഫോർ ദ റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് 1 mol ഓഫ് an ഐഡിയൽ ഗ്യാസ് അറ്റ് 27 degrees Celsius ഫ്രം വോള്യം 10 dm³ ടു വോള്യം 20 dm³. മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് തൊട്ട് മുന്നേ 25ാമത്തെ ക്വസ്റ്റ്യനിൽ വന്നത് അല്ലേ? എന്തായാലും വന്നത് വോള്യം 10ൽ നിന്ന് 20 ആകുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ നേരത്തെ പറഞ്ഞ വാക്കിൽ ചെറിയൊരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. അതിൽ പറഞ്ഞത് ആദ്യ വോള്യത്തിൻ്റെ ഇരട്ടിയാകുന്നു എന്നാണ്. അപ്പോൾ ഇക്വേഷൻ ഏത് തന്നെയാണ്? നേരത്തെ നമ്മൾ പഠിച്ച ഇക്വേഷൻ തന്നെ, -2.303 NRT ലോഗ് V2/V1. അതിൽ ആ ഇക്വേഷൻ കൊടുത്തു, ആൻസർ കിട്ടി. റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ നിങ്ങൾ? അടുത്ത 27, ദി സ്പോണ്ടേനിറ്റി ഓഫ് എ പ്രോസസ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി. വാട്ട് ഈസ് മീൻ ബൈ ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി ഓഫ് ദി സിസ്റ്റം? എന്താണ്? ഇറ്റ് ഈസ് ദി മാക്സിമം എമൗണ്ട് ഓഫ് അവൈലബിൾ എനർജി ദാറ്റ് ക്യാൻ ബി കൺവെർട്ടഡ് ടു യൂസ്ഫുൾ വർക്ക്. ഉപയോഗപ്രദമായ ജോലിയിലേക്ക് മാറ്റാൻ കഴിയുന്ന ഒരു സിസ്റ്റത്തിലെ എനർജിക്കാണ് എന്ത് പറയുക? ഗിബ്സ് എനർജി എന്ന് പറയാം. ഒന്നുകൂടെ, ഉപയോഗപ്രദമായ വർക്കിലേക്ക് മാറ്റാൻ സാധ്യമായ ഒരു സിസ്റ്റത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജത്തിനാണ് എന്ത് പറയുക? ഗിബ്സ് എനർജി എന്ന് പറയാം. പഠിച്ചു വെക്കുക. അടുത്ത് അതിൽ ബി, ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി. വാട്ട് എ വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. നോക്കൂ, എൻതാൽപ്പിയും എൻട്രോപ്പിയുമായി ഗിബ്സ് എനർജി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത്? അതിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, ΔG ഈക്വൽ ടു ΔH മൈനസ് T∆S. ഗിബ്സ് എൽമോഡ്സ് ഇക്വേഷൻ അതിനറിയപ്പെടുക. ഹൗ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ പ്രഡിക്റ്റിംഗ് ഫീസിബിലിറ്റി ഓഫ് എ പ്രോസസ്. ഒരു പ്രോസസ്സ് ഫീസിബിൾ ആണ് എന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നതിൽ ഇതെങ്ങനെ ഉപയോഗിക്കുക? ΔG നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ്, പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ്. ക്ലിയർ? ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ് നമ്മൾ. 30ാമത്തെ, സ്റ്റേറ്റ് ഹെക്സസ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് സമ്മേഷൻ. ബുദ്ധിമുട്ടില്ലല്ലോ. അടുത്ത്, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഓഫ് ദ റിയാക്ഷൻ ഈസ് 5. വാട്ട് വിൽ ബി ദി വാല്യൂ ഓഫ് ΔG 0? നോക്കൂ, ΔG കാണാനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ടെ -2.303 RT ലോഗ് K. K എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്, വാല്യൂ തന്നാണ് 5. അത് കൊടുത്തു ചെയ്തു. അപ്പോൾ ΔG 0 കിട്ടി. ഓക്കെ. 31, സം പ്രോപ്പർട്ടീസ് ആർ സ്റ്റേറ്റ് ഫംഗ്ഷൻ. Q and W are not state function, but Q plus W is a state function. Why? Very, very important. First law of thermodynamics in the equation എന്താ? ΔU ഈക്വൽ ടു Q പ്ലസ് W അല്ലേ? Qയും Wയും സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ല. പക്ഷേ Q പ്ലസ് W എന്ന് വന്നാൽ, Q പ്ലസ് W എന്ന് പറഞ്ഞാൽ ΔU ആണ്. ΔU എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ആണ്. ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറഞ്ഞത് സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. അതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലായോ നിങ്ങൾക്ക്? Q പ്ലസ് W എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ എനർജിയാണ്. ഇൻറ്റേർണൽ എനർജി സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. അതാണ് അതിൻ്റെ ആൻസർ. അടുത്തത്, വാട്ട് ഡു യു മീൻ ബൈ സെയിങ് ദാറ്റ് പ്രഷർ ഈസ് ആൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി? എന്താണ് പ്രഷർ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി തന്നെ
ഇന്ത്യ